Good morning students. Today our topic interest and time value. Then fourth module. Already 3 modules നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻസ്, മെട്രിസസ്, പ്രോഗ്രഷൻസ് എന്നൊക്കെ പറയുന്ന 3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദെൻ ഇൻട്രസ്റ്റ് ആൻഡ് ടൈം വാല്യൂ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിലെ 4th മൊഡ്യൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. ദെൻ 4th മൊഡ്യൂളിലെ ഇൻട്രസ്റ്റ് ആൻഡ് ടൈം വാല്യൂ. ദെൻ ഇൻട്രസ്റ്റ് ആൻഡ് ടൈം വാല്യൂവിലെ ഫസ്റ്റ് ഡേ തന്നെ നമ്മളതിൻ്റെ സിലബസൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ദെൻ ഇൻട്രസ്റ്റ് ആൻഡ് ടൈം വാല്യൂ, കോൺസെപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. Then what is meant by interest? What are the different types of interest? Types of interest: simple interest, compound interest. Then nominal, real and effective rate of interest. Then future value, present value, annuity, computing future and present value of annuity, and computation of equated monthly installment, that means EMI. ഇത്രയും വരുന്ന ഒരു ടോപ്പിക്കാണ് ഇതിലെ 4th മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ദെൻ ഞാനത് 4th മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. 4th മൊഡ്യൂളിലെ ദെൻ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആൻഡ് ടൈം വാല്യൂവിലെ ദെൻ വാട്ട് ഈസ് മെൻ ബൈ സിമ്പിൾ ഇൻട്രസ്റ്റ്. ഫസ്റ്റ് ടോപ്പിക് ഈസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സാധാരണ രീതിയിൽ എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ളത് നോക്കാം നമുക്ക്. ഫസ്റ്റ് ടോപ്പിക് ഈസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ്. ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് ദെൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെൻ ദ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ പ്രിൻസിപ്പൽ അറ്റ് എ യൂണിഫോം റേറ്റ് എവറി പീരിയഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സാധാരണ രീതിയിൽ വെൻ ദ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയും. അതായത് ഒരു 5000 രൂപ നമ്മൾ വേറൊരാൾക്ക് കടം കൊടുക്കുന്നുണ്ടെങ്കിൽ ദെൻ ആ അല്ലെങ്കിൽ നമ്മൾ കടം വാങ്ങുന്നുണ്ടെങ്കിൽ ആ എടുക്കുന്ന ഫസ്റ്റ് എമൗണ്ടിനെയാണ് നമ്മൾ എന്താ പറയുക, പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുക. ദെൻ വെൻ ദ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ പ്രിൻസിപ്പൽ അറ്റ് എ യൂണിഫോം റേറ്റ് എവറി പീരീഡ് ഈസ് കോൾഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ സാധാരണ ഞാൻ പറയുകയാണ്, ഒരു 100 രൂപ നമ്മൾ വേറൊരാൾക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ 10% പലിശ നിരക്കില്ലേ, നമുക്ക് എത്രയായിരിക്കും അതിൻ്റെ 10% അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയാം. ദെൻ 2 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് എത്രയായിരിക്കും. അപ്പോൾ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ കോമ്പൗണ്ട് ചെയ്യപ്പെടുന്നില്ല. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യുക, 100 രൂപയ്ക്ക് ദെൻ അവിടെ എന്ത് ചെയ്യും, 10% ഇൻട്രസ്റ്റ് റേറ്റിൽ 2 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ കാണുക. സാധാരണ രീതിയിൽ നമ്മൾ സാധാരണ എഴുതാറുള്ളത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ I ഈസ് ഈക്വൽ ടു PNR, P ഇൻറ്റു N ഇൻറ്റു R എന്ന് പറയുന്ന ഫോർമുലയാണ് ഉപയോഗിക്കുക. P means principal amount, N means number of years, R is rate of interest. ഇതാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരമാണെങ്കിൽ നിങ്ങൾക്കറിയാം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ 10% കൂട്ടും. ആ 10% എന്ന് പറയുമ്പോൾ 100ൻ്റെ 10% എന്ന് പറയുമ്പോൾ 10. സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും അത് 110 ആവും. വീണ്ടും നമ്മൾ സെക്കൻഡ് ഇയറിൽ നമ്മൾ ഇൻട്രസ്റ്റ് കണക്കാക്കുക 110ൻ്റെ 10% ആയിരിക്കും. ദെൻ അവിടെ 11 rupees ആവും. ദെൻ തേർഡ് ഇയർ ആകുമ്പോഴേക്കും പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 121 ആവും. ഇങ്ങനെ കൂടി പോകുന്നതാണ് എന്ത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമ്മൾ അത്തരത്തിലുള്ള കാൽക്കുലേഷൻസ് ഒന്നുമില്ല. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര വർഷത്തേക്കാണെങ്കിലും ഒരേപോലെയാണ് നമ്മളവിടെ കണക്കാക്കുക. ദാറ്റ് മീൻസ് അവിടെ നിങ്ങൾ നോട്ടിൽ കുറിച്ച് വെക്കുക. എന്താ എഴുതേണ്ടി വരിക, വെൻ ദ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ പ്രിൻസിപ്പൽ, അറ്റ് എ യൂണിഫോം റേറ്റ്. പ്രിൻസിപ്പൽ എമൗണ്ടുമേ ഒരു യൂണിഫോം റേറ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. വെൻ ദ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ പ്രിൻസിപ്പൽ അറ്റ് എ യൂണിഫോം റേറ്റ് എവറി പീരീഡ് ഇറ്റ് ഈസ് കോൾഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്. താഴെ സിമ്പിൾ ഇൻട്രസ്റ്റിന് SI എന്നുള്ള പേര് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു I ഈസ് ഈക്വൽ ടു PNR. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല. PNR ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുന്നത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ദെൻ വാട്ട് ഈസ് മെന്റ് ബൈ P ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ. എത്ര എമൗണ്ട് ആണ് നമ്മൾ ലോൺ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണ് നമ്മൾ ലോൺ എടുക്കുന്നത്, ദെൻ ആക്ച്വൽ എമൗണ്ടിനെയാണ് എന്ത് പറയുക, പ്രിൻസിപ്പൽ. അപ്പോൾ P ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ. ക്ലിയർ ആണല്ലോ, P ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ.
Then P is equal to principal amount. Then next one is N is equal to number of years. N is equal to number of years. ചിലപ്പോൾ പലപ്പോഴും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 monthsോ 12 അല്ലെങ്കിൽ 8 monthsോ 3 monthsോ 6 monthsോ ഒക്കെ ആയിട്ട് പലപ്പോഴും തരാറുണ്ട്. അങ്ങനെ തന്നെ ഓരോ മാസത്തെയൊക്കെ ആണെങ്കിൽ കാണുന്നത് 2 മാസത്തെയൊക്കെ കാണിച്ചാൽ 2/12 ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ അവിടെ P is equal to principal, N is equal to number of years, R is equal to rate of interest. R is equal to rate of interest. ദെൻ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു, സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അപ്പോൾ നമുക്ക് ക്ലിയർ ആയി. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PNR ഡിവൈഡഡ് ബൈ 100, P ഇൻറ്റു N ഇൻറ്റു R. P ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ, N ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇയേഴ്സ്, R ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PNR. ദെൻ ഈ R എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി പലപ്പോഴും നമുക്ക് ദെൻ തൊട്ട് താഴെ തന്നെ നമ്മൾ എഴുതുന്നുണ്ട് simple interest is equal to PNR divided by 100. P is the principal. Amount at the end of the nth year. താഴെ എഴുതേണ്ട ഫോർമുല amount at the end of the nth year. ഇവിടെ എന്തെഴുതാം? amount at the end of the nth year. സാധാരണ രീതിയിൽ ഒരു 100 രൂപ നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ 10% നിരക്കിൽ 2 വർഷത്തേക്ക് എത്രയായിരിക്കും അതിൻ്റെ പലിശ എന്ന് ചോദിക്കുമ്പോൾ ദെൻ അവിടെ 20 റുപ്പീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അതായത് 1 വർഷത്തേക്ക് 100 രൂപയ്ക്ക് 10 രൂപയും 2 വർഷത്തേക്ക് 20 രൂപയും 3 വർഷത്തേക്ക് 30 രൂപയും. അത് കോമ്പൗണ്ട് ചെയ്യപ്പെടുന്നില്ല, മൾട്ടിപ്ലൈ ചെയ്യുന്നു വരുന്നില്ല, ഒരേ റേറ്റിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പോവുകയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മളോട് നെക്സ്റ്റ് ചോദിക്കുന്നത് എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ nth ഇയർ. എമൗണ്ട് എന്ന് പറയുമ്പോൾ ഇത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ ഇതിന് എത്ര രൂപയായിരിക്കും ടോട്ടൽ എമൗണ്ട്. ടോട്ടൽ എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്. അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് P പ്ലസ് PNR ബൈ 100. ഇതാണ് ഫോർമുല. അതായത് മുതലും പലിശയും കൂടെ കൂട്ടിയാലാണ് ടോട്ടൽ എമൗണ്ട് ആവുക. ദെൻ അവിടെ A ഈസ് ഈക്വൽ ടു, ഫോർമുല എങ്ങനെ എഴുതുക? ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു A ഈസ് ഈക്വൽ ടു P പ്ലസ് PNR ഡിവൈഡഡ് ബൈ P പ്ലസ് PNR ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുന്നത് എപ്പോഴും ഇൻട്രസ്റ്റ് നമുക്ക് തരിക റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ സാധാരണ 3% എന്ന് പറയുമ്പോൾ 3/100, 4% എന്ന് പറയുമ്പോൾ 4/100, 8% എന്ന് പറയുമ്പോൾ 8/100. ആ രീതിയിൽ കണക്കാക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ എന്ത് എഴുതുന്നത്? P ഇൻറ്റു N ഇൻറ്റു R. ദെൻ P ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട്, N ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇയേഴ്സ്, R ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. Therefore, total amount is equal to P plus PNR divided by 100. Otherwise, ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ ഇത് എത്ര രൂപയാവും എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ്, അതായത് 5000 രൂപയ്ക്ക് അതിന് എത്രയാണോ പലിശ അതുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 5000 രൂപയ്ക്ക് 500 രൂപയാണ് 5 വർഷത്തേക്ക് പലിശ വരുന്നത് വെച്ചാൽ 5000 പ്ലസ് 500, 5500 ആയിരിക്കും ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? എമൗണ്ട് കണ്ടുപിടിക്കുക. A ഈസ് ഈക്വൽ ടു P പ്ലസ് PNR ഡിവൈഡഡ് ബൈ 100. ഓർ വേറെ രീതിയിൽ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് എഴുതാൻ പറ്റും. കോമൺ ആയിട്ട് P വരുന്നത് കൊണ്ട് P ദെൻ P പ്ലസ് നമുക്കിങ്ങനെ സാധാരണ രീതിയിൽ P ഇൻറ്റു 1 പ്ലസ് NR ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുന്ന ഫോർമുലയും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ A കണ്ടുപിടിക്കാൻ വേണ്ടി 2 ഫോർമുലാസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. A ഈസ് ഈക്വൽ ടു എന്താ ഫോർമുല? A ഈസ് ഈക്വൽ ടു P പ്ലസ് PNR. കണ്ടോ? P പ്ലസ് PNR ഡിവൈഡഡ് ബൈ 100. P എന്ന് പറയുന്ന പ്രിൻസിപ്പൽ എമൗണ്ടും PNR ബൈ 100 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റും കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ് ടോട്ടൽ എമൗണ്ട്. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം. ഇതിനെ തന്നെ P കോമൺ ആയിട്ട് വരുന്നത് കൊണ്ട് സാധാരണ രീതിയിൽ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതും. P ഇൻറ്റു 1 പ്ലസ് NR ഡിവൈഡഡ് ബൈ 100. അപ്പോൾ കുട്ടികൾക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന രീതിയിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല വളരെ ക്ലിയർ ആയിരിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു അതായത് I ഈസ് ഈക്വൽ ടു PNR ഡിവൈഡഡ് ബൈ 100. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PNR ഡിവൈഡഡ് ബൈ 100. P ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട്, N ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇയേഴ്സ്, R ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്.
Therefore, amount at the end of the nth year, total amount is equal to A is equal to P plus PNR divided by 100 or P into 1 plus NR divided by 100. That is the formula. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ടോട്ടൽ എമൗണ്ടോ അതുമല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം. അപ്പോൾ കുട്ടികൾക്കത് ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റും. സിമ്പിൾ ഇൻട്രസ്റ്റിൽ ചിലപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിരിക്കും തരിക, അല്ലെങ്കിൽ മിസ്സിങ് ഫാക്ടർ ആയിട്ടുള്ള നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് മിസ്സിങ് ഫിഗറായിട്ട് തരും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ പലയിടത്തും എന്ത് പറയുക, എല്ലാതും ചിലപ്പം ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. കാൽക്കുലേറ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, calculate the number of years, calculate the principal amount or calculate the total amount എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ പ്രതീക്ഷിക്കാം. Therefore, simple interest is equal to P into N into R by 100. P is simple interest is equal to PNR divided by 100. P is the principal amount, N is the number of years, R is the rate of interest. Okay, clear? The next one is, what is the total amount? Total amount at the end of the nth year. Total amount at the end of the nth year, total amount A is equal to P plus PNR divided by 100 or P into 1 plus NR divided by 100. ഇതിന് ക്ലിയർ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഞാൻ ഈ ഫോർമുലാസ് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് എഴുതി വയ്ക്കാം. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എ എന്ന് പറയുമ്പോൾ A is equal to P plus PNR എന്ന് പറയാം. P plus PNR divided by 100 or P into 1 plus NR divided by 100. ഈ രണ്ട് ഫോർമുലയും നമുക്ക് ഏതിനു വേണ്ടി ഉപയോഗിക്കാം? ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ടോട്ടൽ എമൗണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find the interest on rupees 4,000 at 8% per annum for 3 years. Find amount after 3 years. Question is, the question, find the interest. Find interest calculate ചെയ്യണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ക്വസ്റ്റ്യൻ ഞാൻ എവിടെ എഴുതാം, നിങ്ങൾ അവിടെ നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കുക. ഫൈൻഡ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇൻട്രസ്റ്റ്. Find the interest on rupees 4,000 at 8% per annum for 3 years. Find amount after 3 years. ഇവിടെ രണ്ട് തരത്തിലും ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഫൈൻഡ് ദ ഇൻട്രസ്റ്റ് ഓൺ rupees 4,000. ഫൈൻഡ് ദ ഇൻട്രസ്റ്റ്. ആദ്യം നിങ്ങളോട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയണേ. ഫൈൻഡ് ദ ഇൻട്രസ്റ്റ് ഓൺ rupees 4,000 at 8% per annum. അതായത് 4,000 രൂപയ്ക്ക് 8% ഇൻട്രസ്റ്റ് റേറ്റിൽ ഫോർ 3 years, 3 വർഷത്തെ കാലാവധിയുണ്ട്. ദെൻ ഫൈൻഡ് ദ ഇൻട്രസ്റ്റ്. ആദ്യം ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ആൻഡ് ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് ആഫ്റ്റർ 3 years. അതിനുശേഷം 3 വർഷത്തെ ഇൻട്രസ്റ്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഇതാണ് ഫൈൻഡ് ദ ഇൻട്രസ്റ്റ് ഓൺ rupees 4,000. അപ്പോൾ നമുക്കറിയാം ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇതൊരു സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ മെത്തേഡാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല സിമ്പിൾ ഇൻട്രസ്റ്റ് SI. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PNR ഡിവൈഡഡ് ബൈ 100. ഈ ഫോർമുല നമുക്കറിയാം. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PNR ബൈ 100. ദെൻ P ഈസ് ദ പ്രിൻസിപ്പൽ എമൗണ്ട്. ഇവിടെ ഫൈൻഡ് ദ ഇൻട്രസ്റ്റ് ഓൺ rupees 4,000. P is equal to 4,000. Clear? Rate of interest is equal to 8% per annum. Rate of interest R is equal to 8 by 100. 8% per annum.
8% per annum. For 3 years, number of years n is equal to 3 years. അപ്പോൾ ഇത്രയും ക്ലിയർ ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PNR by 100, P is equal to 4000, rate of interest is equal to 8% per annum, and n is equal to 3 years. Therefore, simple interest is equal to, I calculate ചെയ്യാൻ വേണ്ടു, I is equal to 4000 into n is equal to number of years, that means 3. 4000 into 3 into rate of interest. Rate of interest is equal to 8%, that means 8 by 100. Therefore, 3 into 8, 24. 24 into 40. 24 into 40. 4 into 4, 16. 4 into 8 plus 1, 960. Simple interest is equal to 960. Simple interest is equal to 960. ഇതിൽ വളരെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്, വ്യക്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടുണ്ട്, ദെൻ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഇയേഴ്സ് തന്നിട്ടുണ്ട്. ഒരു മിസ്സിങ് ഫിഗറും ഇല്ല. ആദ്യമായിട്ട് നമുക്ക് എന്ത് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ? സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 960. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സെയിം ടൈം. Find the interest on rupees 4000 at 8% per annum for 3 years. Find amount after 3 years. Find amount after 3 years. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടി 3 വർഷത്തേക്കുള്ള ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 960 ആയിരിക്കും. 960 ആണ്. Therefore, total interest is equal to 960. Therefore, total amount is equal to, എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം, പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്. പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു 4000. പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു 4000. 4000 പ്ലസ് 960. 4000 പ്ലസ് 960, ദെൻ 4960. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് ചോദിക്കണേ വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റായിട്ട് സിമ്പിൾ, മിക്കവാറും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലുണ്ടാവാം, ചിലപ്പോൾ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റോ കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റോ ഒക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ മിക്കവാറും ഒരു ചെറിയ രീതിയിൽ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഫൈൻഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും സെയിം ടൈം ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കിതിൽ സോൾവ് ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് മായ്ക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഇത് ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്ത് വെച്ചിട്ട് ഈ പറയുന്ന 4th മൊഡ്യൂളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. 4th മൊഡ്യൂളിലെ ചാപ്റ്ററിൻ്റെ പേര് ഇൻട്രസ്റ്റ് ആൻഡ് ടൈം വാല്യൂ. ഇൻട്രസ്റ്റ് ആൻഡ് ടൈം വാല്യൂ എന്നുള്ളതിൽ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക്. ദെൻ അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക് സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ വളരെ ഈസിയാണ്. ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിൽ ഈ പ്രോബ്ലംസൊക്കെ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. എഴുതുന്ന ഓരോ പ്രോബ്ലംസും നിങ്ങൾ അപ്പോൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ നോട്ട്ബുക്കിൽ അപ്പോൾ തന്നെ കുറിച്ച് വയ്ക്കാം, അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്യാം. Then next second question is, what principal will amount to rupees 600 at 6% per annum simple interest in 5 years? അതായത് ഇവിടെ ചോദിക്കുന്നത് what principal will amount to rupees 600 at 6% per annum simple interest in 5 years. Question വായിക്കാം. What principal will amount to rupees 600 and 6% per annum simple interest in 5 years? അതായത് 600 രൂപയാണ് ടോട്ടൽ എമൗണ്ട് എന്ന് വെച്ചാൽ 600 രൂപയാണ് ടോട്ടൽ എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദെൻ വാട്ട് പ്രിൻസിപ്പൽ വിൽ എമൗണ്ട്, എത്ര രൂപയായിരിക്കും പ്രിൻസിപ്പൽ എമൗണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ശരിക്കും മനസ്സിലാക്കാം. വാട്ട് പ്രിൻസിപ്പൽ വിൽ എമൗണ്ട് ടു rupees 600 at 6% per annum, then
6% per annum സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻ 5 years. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് എമൗണ്ട്. എ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു 600. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാം. എ ഈസ് ഈക്വൽ ടു 600. സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ ഈസ് ഈക്വൽ ടു 6%. ദെൻ നമ്പർ ഓഫ് ഇയേഴ്സ് ഈസ് ഈക്വൽ ടു 5 years. 5 കണ്ടോ. എ ഈസ് ഈക്വൽ ടു 600, ആർ ഈസ് ഈക്വൽ ടു 6%, ദെൻ എൻ ഈസ് ഈക്വൽ ടു 5. Therefore, find out the P. പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഏത് ഫോർമുല ഉപയോഗിക്കണമെന്നാണ്. നമുക്ക് വേണമെങ്കിൽ വെച്ചാൽ ഈ ഫോർമുല ഉപയോഗിക്കാം. എ ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് എൻ ആർ ഡിവൈഡഡ് ബൈ 100. ദെൻ ഇവിടെ എ ഈസ് ഈക്വൽ ടു 600 is equal to P into 1 plus NR. N is equal to 5. R is equal to 1 plus R is equal to rate of interest 6 by 100. Then 600 is equal to P into 1 plus 5 into 6, 30 divided by 100. Therefore, 600 is equal to P into 131 divided by അതായത് 100 ഇങ്ങനെയാണ് വരിക. അവിടെ 1 into 100 ഇങ്ങനെ വരും. സംശയം ഉണ്ടെങ്കിൽ 1 into 100 പ്ലസ് 30 divided by 100 plus 30 divided by 100. That means P into 130 divided by 100 is equal to 600. ഇവിടെ P into 130 divided by 100 എന്ന് പറയുന്നത് P is equal to 600 into 100 divided by 130. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും 6000 ഡിവൈഡഡ് ബൈ 13 എന്ന് പറയുന്ന ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ 461.54. ഇവിടെ ഇത്തരത്തിലെ എന്നോ ആറ് ഇവിടെ മിസ്സിംഗ് ഫിഗർ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ടാണ്. മിസ്സിംഗ് ഫിഗർ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ടാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഏതിലേക്ക് ചെല്ലാമായിരുന്നു? ഡയറക്റ്റായിട്ട് ആൻസറിലേക്ക് എത്താമായിരുന്നു. വാട്ട് ഈസ് മെൻ ബൈ സിമ്പിൾ ഇൻട്രസ്റ്റ്? ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ സിമ്പിൾ ഇൻട്രസ്റ്റ്, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സിമ്പിൾ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ എമൗണ്ടും കണ്ടുപിടിച്ചു. എന്നാൽ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടില്ല, പകരം തന്നിരിക്കുന്നത് ടോട്ടൽ എമൗണ്ടാണ് തന്നിരിക്കുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും നമ്പർ ഓഫ് ഇയേഴ്സും തന്നിട്ടുണ്ട്. ദെൻ ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുല ആലോചിച്ച് നോക്കാം. വാട്ട് പ്രിൻസിപ്പൽ വിൽ എമൗണ്ട് ടു റുപ്പീസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എമൗണ്ട് മാത്രം തന്നിട്ടുള്ളത് കൊണ്ടാണ് എ എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാനുള്ള കാരണം. ടോട്ടൽ എമൗണ്ട് എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് എൻ ആർ ഡിവൈഡഡ് ബൈ 100. Therefore, A is equal to 600 is equal to P into 1 plus 5 into 6. 5 means number of years, 6 means rate of interest. Therefore, P into ഈ സ്റ്റെപ്പ് മനസ്സിലാവാതിരിക്കില്ല. കാരണം P into 1 plus 5 into 6 is equal to 30. Therefore, 1 plus 30 divided by 100. 1 into 100. ഓൾറെഡി 100 ഉള്ളത് കൊണ്ട് ഇതിൻ്റെ കോമൺ ഫാക്ടറാണ് എടുക്കാറുള്ളത്, നിങ്ങൾക്കറിയാലോ. ദെൻ 100 plus 30 divided by 100. That means P into 130 divided by 100. P is equal to എന്ന് പറയുമ്പോൾ 600 into അതിൻ്റെ റെസിപ്രോക്കൽ ഇടുക 100 divided by 130. ആൻസർ ഈസ് 461.54. അപ്പോൾ ഇത്തരത്തിലും നമുക്ക് എന്ത് ചോദിക്കാം? ഇത്തരത്തിലുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതിലുള്ള പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൻ്റെ പിറകിലുള്ള ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങളിതുപോലെ ആൻസർ ചെയ്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഇൻട്രസ്റ്റ്
Next question, calculate the total interest. Third one, calculate the total interest on rupees 500 for 73 days and rupees 720 for 14 weeks and on rupees 900 for 3 months, 900 for 3 months, all at 6% per annum. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കാം. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കണേ നോക്കാം ആദ്യം. ഫസ്റ്റ് വൺ ഈസ് കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഇൻട്രസ്റ്റ്. നമുക്കൊരു ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ rupees 500 for 73 days. അതായത് 500 രൂപ 73 ദിവസത്തേക്കും ആൻഡ് rupees 720 for 14 weeks 720 രൂപ 14 ആഴ്ചയിലേക്കും ആൻഡ് ഓൺ rupees 900 for 3 months 900 രൂപ 3 മാസത്തേക്കും പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾ അറ്റ് 6% per annum. അങ്ങനെയാണെങ്കിൽ 6% per annum അത് 6% ഇൻട്രസ്റ്റ് റേറ്റിലാണ് നമുക്കിത് പ്രൊവൈഡ് ചെയ്യണേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് അറിയാം, ബൈ ഹാർട്ടാണ് എല്ലാവർക്കും എന്ത് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എല്ലാവർക്കും അറിയാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു I ഈസ് ഈക്വൽ ടു PNR എന്ന് പറയുന്ന ഫോർമുല അറിയാം. I ഈസ് ഈക്വൽ ടു PNR. ഇവിടെ നമുക്ക് എന്ത് മാത്രമേ ഉപയോഗിക്കണ്ടൂ? ആദ്യത്തെ കേസിൽ I ഈസ് ഈക്വൽ ടു സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PNR എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കണോ? കണ്ടോ? I ഈസ് ഈക്വൽ ടു PNR. ഇവിടെ കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ rupees 500. ഇവിടെ P ഈസ് ഈക്വൽ ടു കണ്ടോ? P ഈസ് ഈക്വൽ ടു 500. ദെൻ ഫോർ 73 ഡേയ്സ്. അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് N ഈസ് ഈക്വൽ ടു 73. ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട്? ഒരു വർഷത്തിൽ 365 ദിവസമുണ്ട്. അവിടെ നമ്മൾ പറയുന്നത് 500 രൂപ 73 ദിവസത്തേക്കാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഈസ് ഈക്വൽ ടു 73 ഡിവൈഡഡ് ബൈ 365. നമ്മൾ സാധാരണ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നിടത്ത് 5, 10 അങ്ങനെ 10 വർഷത്തേക്ക്, 2 വർഷത്തേക്ക്, 5 വർഷത്തേക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? കറക്റ്റ് ആ ഫിഗറാണ് ഇടാറുള്ളത്. പക്ഷേ ഇവിടെ ദിവസത്തേക്ക് എന്നൊക്കെ പറയുമ്പോൾ 73 ഡിവൈഡഡ് ബൈ 365 ഇടേണ്ടതായിട്ട് വരും. 4 months എന്ന് പറയുമ്പോൾ 4 മാസത്തേക്ക് എന്നൊക്കെ പറയേണ്ടി വരുമ്പോൾ 4/12 കൊടുക്കുക. അപ്പോൾ മാസത്തിന് അതായത് 12 months ആണ് ഇയറിൽ ഉണ്ടായിരിക്കുക എന്നുള്ള മീനിങ് എടുത്തിട്ട് ദെൻ 6/12, 4 months 4/12, 9 months 9/12, 8 months 8/12 എന്നൊക്കെ എഴുതേണ്ടി വരും. അതുപോലെ ഡേയ്സിലാണ് തന്നിരിക്കണേ വെച്ചാൽ 73 ഡിവൈഡഡ് ബൈ 365. 120 ദിവസത്തേക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ 120 ഡിവൈഡഡ് ബൈ 365. അപ്പോൾ എപ്പോഴും ഇയർലി ആണോ, മന്ത്ലി ആണോ, ഡെയിലി ആണോ നമുക്ക് തന്നിരിക്കണേ നോക്കുക. ഇവിടെ 73 ഡേയ്സ് എന്ന് പറയുമ്പോൾ 73 ഡിവൈഡഡ് ബൈ 365 എന്ന് എഴുതേണ്ടതായിട്ട് വരും. then ഇവിടെ നമുക്ക് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. P is equal to 500, N is equal to 73, R is equal to 6% per annum. Okay, clear? Then first case first P into N into R, 500 into 73 divided by 365 into 6/100. 6/100. Answer is 6 rupees.
500 രൂപയ്ക്ക് 73 ദിവസത്തേക്ക് 6% ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് കൊടുക്കേണ്ട രൂപ എത്രയാണ്? 6 രൂപയാണ്. ദെൻ ഫസ്റ്റ് കേസ് ക്ലിയറായി. സെയിം ടൈം അതുപോലെ തന്നെ സെക്കൻഡ് കേസും വരിക. സെക്കൻഡ് കേസിൽ വീണ്ടും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നെയാണ്. I ഈസ് ഈക്വൽ ടു, സെക്കൻഡ് കേസിൽ I ഈസ് ഈക്വൽ ടു 720 days, 720 for 14 weeks. That means 14 divided by 52 ആണ് കൊടുക്കുക. ഒരു ഇയറിൽ 52 ആഴ്ചയാണ് ഉണ്ടാവുക. അപ്പോൾ 14 വീക്സ് ആണ് തന്നിരിക്കുന്നത്. 14 ഡിവൈഡഡ് ബൈ 52 ഇൻറ്റു 6/100. 6/100 ആൻസർ ഈസ് 1.63. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഇൻട്രസ്റ്റ് കിട്ടി, സെക്കൻഡ് കേസിൽ ഇൻട്രസ്റ്റ് കിട്ടി. സെയിം ടൈം തേർഡ് കേസിലും അവിടെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് നോക്കണം. ആൻഡ് ₹900 ഫോർ 3 months all at 6% per annum. And 900 for 3 months. 900 for 3 months. അപ്പോൾ തേർഡ് കേസിൽ വീണ്ടും നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. 900 for 3 months. 3 months ആണ് തന്നിരിക്കുന്നത്. 3/12 ഇൻറ്റു 6/100. Answer is 13.5. ഇവിടെ 3 കേസിന് സെപ്പറേറ്റ് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു, സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. ഫസ്റ്റ് കേസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ₹6. സെക്കൻഡ് കേസിൽ 11.63. തേർഡ് കേസിൽ 13.5. കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യുന്നത്? 6 പ്ലസ് 11.63 പ്ലസ് 13.5. ടോട്ടൽ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു എല്ലാം കൂടെ ആഡ് ചെയ്യുക. ഫസ്റ്റ് സെക്കൻഡ് തേർഡും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 31.13. ടോട്ടൽ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 31.13. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ₹500 for 73 days, ₹720 for 14 weeks, and on ₹900 for 3 months at 6% per annum. Then first case is simple interest is equal to 6. Second case simple interest is equal to 11.63, and third case simple interest is equal to 13.5. Therefore total interest is equal to 6 plus 11.63 plus 13.5. Then total interest is equal to 31.13. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയൊക്കെ പലപ്പോഴും മാറ്റി ഡേയ്സിലോ മന്ത്സിലോ വീക്സിലോ ഇയർലിയോ ഒക്കെ നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും? സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്ര ദിവസത്തേക്ക് എത്രയാണ് പലിശ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദെൻ 73 days. കണ്ടോ, 85 ഇങ്ങനെയാണെങ്കിൽ ഒരു 5000 രൂപയ്ക്ക് 10 ദിവസത്തേക്ക് എത്രയായിരിക്കും പലിശ, അല്ലെങ്കിൽ 90 ദിവസത്തേക്ക് എത്രയായിരിക്കും പലിശ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ടെൻഷനും വേണ്ട. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ദെൻ അവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് എന്നുള്ളിടത്ത് ഡേയ്സിലേക്ക് അതിനെ മാറ്റി എഴുതിയിരിക്കണം. 73 ഡിവൈഡഡ് ബൈ 365. കണ്ടോ, അതുപോലെ തന്നെ വീക്സിലാണ് തന്നിരിക്കുന്നത് വെച്ചാൽ എത്ര ആഴ്ചയാണ്? ടോട്ടൽ വീക്സ് എന്ന് പറയുന്നത് 52 വീക്സ് ആണ്. ദെർഫോർ 14 ഡിവൈഡഡ് ബൈ 52 എന്നുള്ള രീതിയിൽ കൊടുക്കാം. സെയിം ടൈം മന്ത്സിലാണെങ്കിൽ ദെൻ മന്ത്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. 3/12 എന്നുള്ള രീതിയിൽ 3/12 എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൽ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഏതാണോ മിസ്സിങ് എന്ന് വെച്ചാൽ ആ മിസ്സിങ്ങിനനുസരിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. Therefore total interest is equal to 31.13. സെയിം ടൈം ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത്തരത്തിലെ മിസ്സിംഗ് ഫാക്ടേഴ്സ് കോമൺ ആയിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രമായിരിക്കില്ല, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റോ നമ്പർ ഓഫ് ഇയേഴ്സോ ഒക്കെ നമുക്ക് മിസ്സിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്ത് നമുക്കതൊക്കെ ഈസിയാക്കി മാറ്റാനായിട്ട് പറ്റും. Then the next one is ഒരു സിമ്പിൾ പ്രോബ്ലത്തിൽ ഫൈൻഡ് ദ ഫേസ് വാല്യൂ ഓഫ് എ ബിൽ. ഫൈൻഡ് ക്വസ്റ്റ്യൻ എഴുതിക്കോളാം. ഫൈൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ്
find the face value of a bill. Find the face value of a bill due 6 months. Due 6 months. Due 6 months. Hence at 12% per annum. 12% per annum. Whose present worth is rupees 4,500. 4,500. നോക്കുക. അപ്പോൾ ഇതിലെങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കണേ? ദെൻ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ ഫേസ് വാല്യൂ ഓഫ് എ ബിൽ. ഫൈൻഡ് ദ ഫേസ് വാല്യൂ ഓഫ് എ ബിൽ ഡ്യൂ 6 months. 6 മാസങ്ങൾക്ക് ശേഷം ഫൈൻഡ് ദ ഫേസ് വാല്യൂ ഓഫ് എ ബിൽ ഡ്യൂ 6 months. Hence at 12% per annum where whose present worth is rupees 4,500. അതായത് ഒരു ബില്ലിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 4,500 ആണ്. അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 4,500. ഫൈൻഡ് ദ ഫേസ് വാല്യൂ ഓഫ് എ ബിൽ ഡ്യൂ 6 months. എന്നാൽ 6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബില്ലിൻ്റെ വാല്യൂ എത്രയായിരിക്കും എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. 6 മാസം കഴിഞ്ഞപ്പോൾ സിമ്പിളാണ്. ശരിക്കും ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാതെ ഇൻഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കണമെന്നുള്ളൂ. ഒരു ബില്ല് നമുക്കിപ്പോൾ പറയുകയാണ് 4,500 രൂപയുടെ ഒരു ബില്ലാണ്. 4,500 രൂപയുടെ ഒരു ബില്ലിൽ 4,500 രൂപയുടെ ബില്ല് 6 മാസത്തേക്ക് നമ്മുടെ എന്താ പറഞ്ഞേക്കണേ? ഫൈൻഡ് ദ ഫേസ് വാല്യൂ ഓഫ് എ ബിൽ ഡ്യൂ 6 months. ഹെൻസ് അറ്റ് 12% per annum. 12% ഇൻട്രസ്റ്റ് റേറ്റിൽ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബില്ലിൻ്റെ വില എത്രയായിരിക്കും? 6 മാസത്തെ ഒരു ബില്ലാണ് എഴുതിയിരിക്കുന്നത്. സാധാരണ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ പറയുമ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയാണെങ്കിൽ 12% ഇൻട്രസ്റ്റ് റേറ്റിൽ 6 മാസം കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ എമൗണ്ട്, ഇൻട്രസ്റ്റ് അല്ല ചോദിക്കുന്നത്, ടോട്ടൽ എമൗണ്ട് ആണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്താ ചോദിച്ചിരിക്കണേന്ന് മനസ്സിലാവണമെന്ന് മാത്രം. A is equal to P into 1 plus NR all divided by 100. ഇതാണ് ഫോർമുല. ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു P into 1 plus NR divided by 100. P നമുക്ക് തന്നിട്ടുണ്ട്. P is 4,500. P is 4,500. Then N is equal to number of years. N is equal to number of years എന്ന് പറയുന്നത് 6 മാസത്തേക്കാണ്. Then therefore N is equal to 6/12. Then hence rate of interest R is equal to 12% per annum. R is equal to 12 divided by 100. 12 divided by 100. Whose present worth is rupees 4,000. ക്ലിയർ ആണ്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു A ഈസ് ഈക്വൽ ടു P into 1 plus NR or divided by 100. P is equal to 4,500 into 1 plus N into R. 6/12 into 12 by 100. 12 12 cancel ചെയ്തു പോയി. Then 4,500 into 1 plus 6/100. Therefore ഇതിനെങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ നേരത്തെ പഠിച്ചു. Then 4,500 into 100 plus 6. Then 4,500 into 106 divided by 100. Then ഇത് ക്യാൻസൽ ചെയ്യാം. 106 into 45. 106 into 45 ഇട്ട് കഴിഞ്ഞാൽ ആൻസർ ഈസ്, നമുക്ക് ആൻസർ എത്ര കിട്ടുക? നമുക്ക് ആൻസർ 4,770. 4,770. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഏകദേശം നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കണു. ദെൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്കിന്ന് ഇന്നത്തെ ക്ലാസ് സമ്മപ്പ് ചെയ്യാം. അതിനുശേഷം
വീണ്ടും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് അവറിലേക്ക് കൂടെ നമുക്ക് കുറച്ചുകൂടെ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വൺസ് മോർ then next one is Ravi earned question എഴുതിയെടുക്കുക. Ravi earned a simple interest of ₹1,000 for 2 years. Ravi earned simple interest ₹1,000 for 2 years. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. Ravi earned a simple interest of rupees 1,000 for 2 years on a sum of rupees 15,000. Find rate per annum. Question എന്താ? Find rate per annum. സിമ്പിൾ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. രവി ഏൺഡ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് ₹1,000 ഫോർ 2 years, 2 വർഷത്തേക്ക്. n is equal to 2 years. രവി ഏൺഡ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ആൻസർ തന്നിരിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 1,000 2 years ഓൺ എ സം ഓഫ് റുപ്പീസ് 15,000. അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു 15,000. Therefore find the rate of interest. ആറ് തന്നിട്ടില്ല, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടില്ല. ദെൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PNR. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 1,000 ഈസ് ഈക്വൽ ടു P ഇൻറ്റു 15,000 ഇൻറ്റു N ഇൻറ്റു R is equal to rate of interest, R by 100. Therefore 1,000 is equal to 300 R. R is equal to 1,000 divided by 300. That means 1,000 divided by 300, that means 3.3%. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 3.3%. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്തരത്തിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് മിസ്സിംഗ് ആയിരിക്കാം, പിന്നെ അതുപോലെ തന്നെ നമ്പർ ഓഫ് ഇയേഴ്സ് മിസ്സിംഗ് ആയിരിക്കാം. അപ്പോൾ ഏതാണോ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത് വെച്ചാൽ ഏത് രീതിയിൽ നമുക്കത് കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കാം ഇവിടെ എന്താ നമ്മുടെ ഫോർമുല, എന്തൊക്കെ കാര്യങ്ങളെന്ന് പഠിച്ചിരിക്കുന്നത്, കൺക്ലൂഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ഈസ് മെൻ ബൈ സിമ്പിൾ ഇൻട്രസ്റ്റ്, then simple interest is equal to I is equal to PNR. Total amount is equal to P into 1 plus NR divided by 100, or otherwise another formula is A is equal to P plus PNR divided by 100. ഇങ്ങനെ ഏതെങ്കിലും ഫിഗേഴ്സൊക്കെ പലപ്പോഴും മിസ്സിംഗ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ മിസ്സിംഗ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാം. ബുക്കിൻ്റെ പിറകിലുള്ള എല്ലാ പ്രോബ്ലംസും നിങ്ങൾ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് അവറിൽ നമുക്ക് കൂടുതൽ എക്സസൈസ് പ്രോബ്ലംസൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. എല്ലാ പ്രോബ്ലംസും വൃത്തിയായിട്ട് ചെയ്യാം. ആൻഡ് താങ്ക് യു വെരി മച്ച്.